തിരിച്ച് റിമാൻഡിൽ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ യോഗ്യതകളും നേടിയിരിക്കും എന്റെ അനിയത്തി. വർഷയുടെ ഭർത്താവിന്റെ സൽഗുണം എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത് വർഷയെ ബോധ്യപ്പെടുത്താൻ എനിക്കും കുറെ മെനക്കെടേണ്ടി വന്നു. താലി ആയുധമാക്കിയ ഒരു പാവം പെണ്ണിന്റെ ജീവിതം തല്ലി തകർക്കുന്ന ഒരു ഭർത്താവാണ് അയാള്. ആൺവർഗത്തിന് തന്നെ അപമാനമാണ് ഇത്തരത്തിലുള്ള ചെറ്റകള്. അയാളുമായിട്ടുള്ള ജീവിതം ഒട്ടും സുരക്ഷിതമല്ല വർഷേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ജയൻ സാറേ. ഇറങ്ങിക്കോളൂ സാർ. താങ്ക് യു. പിന്നെ ക്യാഷ് ഞാൻ ഫോണിൽ അയച്ചേക്കാം. താങ്ക് യു സാർ. വിക്രമിനെ കുറിച്ച് ഞാൻ ജഗനോട് വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അയാളുടെ മാന്യതയും മനുഷ്യത്വമൊക്കെ വെറും പുറംപൂച്ച. അതെ, എന്റെ അനുജത്തെ അപകടത്തിൽ നിന്നും അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വിവാഹ ദിവസം വർഷയുടെ കഴുത്തിൽ താലി കെട്ടാതെ വിക്രം വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. തിരിച്ചു വന്ന് താലി കെട്ടിയത് മുഹൂർത്തം കഴിഞ്ഞാണെന്നും അറിയാം. അതെ, വിക്രം മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അയാൾ അറിയാതെ ഞാൻ അയാളെ ഫോളോ ചെയ്തു. അന്നാ മുറിയിൽ ഞാൻ കണ്ട കാഴ്ച എനിക്ക് ഇന്നും മറക്കാൻ പറ്റിയിട്ടില്ല. സത്യമാണത്. വിക്രത്തിന് അങ്ങനെ ഒരു മുഖമുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇപ്പൊ വിക്രം വർഷയെ കൊണ്ട് ഏതോ സാമ്പിൾ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യിപ്പിക്കുക. ദോഷമൊന്നുമില്ലാത്ത സാമ്പിൾ പ്രോഡക്റ്റ് എന്നാണ് വർഷയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് മാരകമായ മയക്കുമരുന്നാ. വർഷ അറിയാതെ അതിൽ നിന്നും ഒരു പാക്കറ്റ് എടുത്ത് ലാബിൽ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ബ്ലാക്ക് ബെൽറ്റ് എന്ന രഹസ്യ പേരിൽ അറിയപ്പെടുന്ന മാരകമായ മയക്കുമരുന്നാണെന്ന് റിപ്പോർട്ടും കിട്ടി. ഒരു ദോഷവുമില്ലാത്ത ശുദ്ധമായ സാമ്പിൾ പൊടിയാണെന്ന് ഉറച്ചു വിശ്വസിച്ച് അവൾ ഇപ്പോഴും അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് എന്റെ ഉറക്കം കെടുത്തുന്നത്. അതാണ് എന്റെ ടെൻഷൻ. മയക്കുമരുന്ന് കേസിൽ വിലങ്ങ് വീഴുന്നതിന് മുൻപ് എന്റെ അനിയത്തെ എനിക്ക് രക്ഷിക്കണം. അതിനെന്നെ സഹായിക്കണം. വന്ദന പറഞ്ഞത് ശരിയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. വർഷ കൈകാര്യം ചെയ്യുന്നത് മരുന്നല്ല, മരണക്കെണിയാണെന്നുള്ള സത്യം അവളെ ബോധ്യപ്പെടുത്തുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിനൊരു വഴി കണ്ടുപിടിക്കണം. ഒരു വഴി എൻ്റെ മനസ്സിൽ തെളിയുന്നുണ്ട്. ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോ പ്രശ്നമൊന്നും ഇല്ലെന്നാണല്ലോ അവര് പറഞ്ഞത്. അങ്ങനെ ഒരു കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ലെന്നും നിന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു. ഇതിനിടയിൽ നമ്മുടെ കുറെ പ്രോഡക്റ്റ് സാമ്പിളുകൾ പോലീസ് പിടിച്ചെടുത്തുവെന്ന് എന്റെ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു. ഇതിൽ ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത്? മോളെ, എന്താണ് അവിടെ നടന്നേ? നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് പോലീസ് യഥാർത്ഥമായിട്ട് എന്നെ പിടിച്ചിരുന്നെങ്കിൽ ഈ ജന്മം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നോ? എന്തൊക്കെയാ നീ പറയുന്നേ? നീ ഇതുവരെ എവിടെയായിരുന്നു? വന്ദന ചേച്ചിക്കൊപ്പമായിരുന്നു. അതുകൊണ്ട് സത്യാവസ്ഥ എനിക്ക് ബോധ്യപ്പെട്ടു. അവൾ എന്ത് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തിയെന്നാ അറിയാം.
എന്നെ തകർക്കാൻ ആ ജഗനെയും കൂട്ടുപിടിച്ച് അവൾ എന്തും ചെയ്യും. പക്ഷേ നിന്നെ പോലീസ് പിടിച്ചോ? അതാണ് എനിക്ക് അറിയേണ്ടത്. പോലീസ് എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്തിനാ? പോലീസ് പിടിക്കാൻ സാധ്യതയുള്ള നിയമവിരുദ്ധമായ പണിയാണോ നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്? നിങ്ങൾ കച്ചവടത്തിന് തന്നയക്കുന്ന സാമ്പിളുകൾ യഥാർത്ഥത്തിൽ എന്താ? ഇല്ലീഗലായിട്ടുള്ള മരുന്നുകളാണോ? അതാ എനിക്കറിയേണ്ടത്. മറുപടി ചിരിയിൽ ഒതുക്കരുത്. നിങ്ങളുടെ പുഞ്ചിരി തന്നെ ഒന്നാന്തര കാവട്യവാ. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന പുഞ്ചിരി എനിക്ക് കാണണ്ട. നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ സ്നേഹിച്ചത്, പ്രണയിച്ചത്, വിശ്വസിച്ചത്. ആ എന്നെ നിങ്ങൾ വഞ്ചിച്ചില്ലേ? ചതച്ചു, ദ്രോഹിച്ചു. എന്തിനായിരുന്നു എന്റെ മുമ്പിൽ സ്നേഹം തകർത്ത് അഭിനയിച്ചത്? എന്നെ കഴുത്തു ഞെരിച്ച് കൊല്ലായിരുന്നില്ലേ നിങ്ങൾക്ക്? എന്നെ അങ്ങ് തീർക്കാറുന്നില്ലേ നിങ്ങൾക്ക്? ഇതിലും നല്ലത് അതായിരുന്നില്ലേ? പറ, എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് നിനക്കിടയിൽ ഒരു വന്ദന ചേച്ചി വന്നപ്പോ മുമ്പിങ്ങുമില്ലാത്ത ചോദ്യങ്ങളുണ്ടായല്ലേ? അതെ,